ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ബാഹ്യ ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖ ഏതാണ്? പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രം. എൻവിറോൺമെൻ്റൽ എക്കണോമിക്സ്. ബഡ്ജറ്റിന് മുൻപായി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് ഏതാണ്? സാമ്പത്തിക സർവേ, എക്കണോമിക് സർവേ. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അസമത്വം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ശാഖ ഏതാണ്? വികസന സാമ്പത്തിക ശാസ്ത്രം, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്. സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരു പ്രധാന സാമൂഹിക ഘടകം. അഴിമതി, കറപ്ഷൻ. ഇന്ത്യയിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ധനകാര്യമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ വിതരണം വർദ്ധിക്കുകയും വിലകൾ കുറയുകയും ചെയ്യുന്ന അവസ്ഥയെ എന്തു പറയുന്നു? നാണ്യച്ചുരുക്കം, ഡിഫ്ലേഷൻ. ഒരു രാജ്യത്തിൻ്റെ വിദേശ വ്യാപാരം രേഖപ്പെടുത്തുന്ന സാമ്പത്തിക രേഖ ഏതാണ്? പേയ്മെൻറ്റ് ബാലൻസ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1995. രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസി വിനിമയ നിരക്ക് നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനം ഏതാണ്? അന്താരാഷ്ട്ര നാണയനിധി, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. വികസ്വര രാജ്യങ്ങൾക്ക് ദീർഘകാല വായ്പ നൽകുന്ന അന്താരാഷ്ട്ര സ്ഥാപനം ഏതാണ്? ലോകബാങ്ക്, വേൾഡ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വികസന ബാങ്ക് ഏതാണ്? നബാർഡ്, നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ജൻ ധൻ യോജന. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് മാനവ വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സസ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഊന്നൽ കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്കും സേവനങ്ങളിലേക്കും മാറിയതിനെ എന്തു പറയുന്നു? ഘടനാപരമായ മാറ്റം, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന മേഖല ഏതാണ്? സേവന മേഖല, പ്രത്യേകിച്ച് IT സോഫ്റ്റ്വെയർ കയറ്റുമതി. കേരള സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് വിദേശ നാണ്യവരുമാനം, റെമിറ്റൻസസ്. കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മയുടെ ഒരു പ്രധാന രൂപം ഒളിഞ്ഞ തൊഴിലില്ലായ്മ, ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന, PM കിസാൻ, ഏത് വിഭാഗക്കാർക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത്? കർഷകർക്ക്. സാമ്പത്തിക വളർച്ചയും വിലക്കയറ്റവും ഒരുമിച്ച് സംഭവിക്കുന്ന പ്രതിഭാസത്തെ എന്തു വിളിക്കുന്നു? സ്റ്റാഗ്ഫ്ലേഷൻ. നികുതികൾ കുറച്ച് സർക്കാർ ചെലവുകൾ വർദ്ധിപ്പിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന നയം ഏതാണ്? ധനനയം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന സ്ഥാപനം ഏതാണ്? സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ പ്രധാന സൂചികകളിൽ ഒന്നായ മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, വികസിപ്പിച്ചത് ആരാണ്? മെഹബൂബ് ഉൽ ഹഖ്.